വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണ പ്രതിസന്ധി മൂലം വീണ്ടും ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു. യൂറോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഉപകരണം ഇല്ല. ഉപകരണം ഇന്നെത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, വീണ്ടും പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഉപകരണം എത്തിക്കും എന്ന് പറഞ്ഞിരുന്നത്. അത് എത്തിയിട്ടില്ലേ? എന്താണ് നിലവിലെ അവസ്ഥ? ധനിയ, ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ബഹുഭൂരിപക്ഷം വാർത്തകളും മെഡിക്കൽ കോളേജിനും ആരോഗ്യ വകുപ്പിനും എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഹൃദയ ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങളുടെ കാര്യത്തിനകത്ത് കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഉപകരണങ്ങൾ എത്രയും വേഗം തന്നെ വാങ്ങി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് നൽകിയത്. എന്നാൽ ഇന്നലെ യൂറോളജി വകുപ്പിൽ ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. യൂറോളജി വകുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. നേരത്തെ അവിടുത്തെ വകുപ്പ് മേധാവി, ഇപ്പോഴത്തെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് രക്കൽ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരുന്നു, ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന്. ആ ഒരു പറച്ചിലിൻ്റെ പേരിൽ ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും വലിയ തരത്തിൽ പ്രതിക്കൂട്ടിൽ നിന്നതാണ്. എന്നാൽ അതേ വകുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുള്ളത്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന RIRS ഫ്ലെക്സിസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ് ഇന്നലെ തീർന്നത്. അപ്പോൾ ഈ ഒരു ഉപകരണം കൊണ്ട് 10ഉം 14ഉം ഒക്കെ ശസ്ത്രക്രിയ ചെയ്യാം. നിലവിൽ ഇന്നലെ ഒരു ശസ്ത്രക്രിയയാണ് മാറ്റിവെച്ചത്. ഇന്ന് നിശ്ചയിച്ചിട്ടുള്ള ശസ്ത്രക്രിയകളും ഉപകരണമില്ലാത്തതിനെ തുടർന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. എത്ര ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു എന്നതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ വിവരം പങ്കുവെക്കുന്നില്ല. ചെന്നൈയിൽ നിന്നാണ് ഈ ഉപകരണം എത്തിക്കേണ്ടത്. ഈ ഉപകരണത്തിന്റെ വില എന്ന് പറയുന്നത് 56,000 രൂപയാണ്. അപ്പോൾ ഈ ഉപകരണം തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങി നൽകേണ്ടതായിരുന്നു. പക്ഷേ ഇത് വാങ്ങി നൽകിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ ഉപകരണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും DMEയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഇന്ന് തന്നെ എത്തിച്ചാൽ ശസ്ത്രക്രിയകൾ നടക്കും. ഇന്ന് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ശസ്ത്രക്രിയകൾ അനന്തമായി മുടങ്ങുന്ന അല്ലെങ്കിൽ നീ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ധന്യ. ശരി ഷിജോ.